Hi friends, welcome back to our channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. ഉഴുന്ന് അത് മുഴുവനായിട്ടുള്ള ഉഴുന്നായാലും ഹാഫ് ആയിട്ടുള്ള ഉഴുന്നായാലും കുഴപ്പമില്ല. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളം ഊറ്റി വെച്ച ഉഴുന്നാണിത്. മീഡിയം സവാളയാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതി. 5-6 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില, ഉപ്പ്, സോഡാപ്പൊടി. ഒരു നുള്ളു സോഡാപ്പൊടി മതി. ജസ്റ്റ് ആ ബാറ്റർ ഒന്ന് പൊങ്ങാൻ വേണ്ടി നമ്മൾ ഇത്തിരി സോഡാപ്പൊടി ഉപയോഗിക്കണമെന്നുള്ളൂ. പിന്നെ കുരുമുളക് ചതച്ചത്, ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കും. അരിപ്പൊടി ചേർക്കുമ്പോൾ ഉഴുന്നുവടയുടെ പുറമേ നല്ലൊരു ക്രിസ്പിങ് കിട്ടും. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്. പകുതി ഉഴുന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഇതിനെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോഴാണ് ആ പേസ്റ്റ് രൂപത്തിൽ വെള്ളം തീരെ ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഉഴുന്ന് ഞാൻ മിക്സിയിലിട്ട് അരച്ച് ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ, തീരെ വെള്ളമില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതൊക്കെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറില്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി മാവിൽ കുഴയ്ക്കാൻ വേണ്ടി മിക്സ് ചെയ്യാം. അതോടൊപ്പം കുരുമുളക് ചതച്ചത്, അരിപ്പൊടി, സോഡാപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് നോക്കാം. എല്ലാ ചേരുവകളും ഈ ബൗളിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്കിത് നന്നായി കുഴച്ച് മിക്സ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി വളരെ കൂടുതൽ ചേർക്കണ്ട, എന്നാലും ആവശ്യത്തിന് ചേർക്കാം. ഉഴുന്നുവടയ്ക്കുള്ള മാവ് എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പാം ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വട ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. കൈ നന്നായിട്ടൊന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ ഇത് കയ്യിൽ തന്നെ ഒട്ടിപ്പിടിക്കും. ഇതൊരു ഉരുളയാക്കി എടുത്തിട്ട് തള്ളവിരലുകൊണ്ട് നടുക്കൊരു ഓട്ടയാക്കി ഇങ്ങോട്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തീരെ എണ്ണ കുടിച്ചിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഉഴുന്നുവട ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.